നമസ്കാരം പ്രിയ കുട്ടികളെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സാധനമാണ് ഞാൻ ഇവിടെ പോസ്റ്റിൽ ഞാനിവിടെ നമ്മുടെ ബ്ലാക്ക് ബോർഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ട് ക്ലാസ് അവസാനിച്ച് പോയതാണ്. ഞാൻ ഒന്നുകൂടി അത് ഡിസ്പ്ലേ ചെയ്തു. ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിക്സ് ആണ് അല്ലേ, എ ബി സി. എയുടെ ആ വെർട്ടെക്സ് നമുക്ക് x1 y1, ബിയുടെ x2 y2, സിയുടെ x3 y2. അപ്പോൾ അങ്ങനെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല ഡെൽറ്റ സം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പടം വരച്ചിട്ട് എഴുതി. അവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ലെറ്റ് ക്യാപിറ്റൽ A of x1 y1 comma capital B of x2 y2 and capital C of x3 y3 be the vertices of a given triangle ABC. Comma then area into delta sum of half into determine x1 y1 1, x2 y2 1, x3 y3 1. ഇത് by heart ആണ്. ഈ റിസൾട്ട് by heart ആണ്. ഇനി നമ്മൾ പറയുന്നതാണ് ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല. ഇനി നമുക്ക് കുറച്ച് ചില കാര്യങ്ങൾ, ഏരിയയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതൊരു ഡിറ്റർമിനന്റ് വരുന്നത്, ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ വരാം. നമ്മൾ ഡിറ്റർമിനന്റ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് വരെ വരാം, ചിലപ്പോൾ പോസിറ്റീവ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് കിട്ടണമെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നെഗറ്റീവ് കിട്ടാം. അങ്ങനെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ട്രയാങ്കിൾ ഏരിയ പിടിക്കാനായി. പക്ഷെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഇതൊരു -40 കിട്ടുകയും എക്സ്പാൻഡ് ചെയ്ത് ഈ ഹാഫ് കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ആകുമ്പോൾ -40 കിട്ടും. -40 എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് ഒരിക്കലും നമ്മൾ ഏരിയ പറയില്ല. എപ്പോഴും ഏരിയ എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഏരിയ ഈസ് ഓൾവേസ് പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് -40 കിട്ടുകയും നമ്മൾ ഉടനെ എഴുതണം therefore delta is equal to 40. അതിന് അബ്സല്യൂട്ട് വാല്യൂ, അതിന് എന്തെടുക്കണം, അബ്സല്യൂട്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് നമുക്ക് പിന്നീട് എഴുതാം. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏരിയ തരികയാണ്. -40 ഏരിയ തരികയാണ്. സോറി, 40 തരികയാണ്. ഏരിയ 40. ഏരിയ 40 എന്ന് പറയുമ്പോൾ നമ്മളിത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ കിടക്കുന്നത്. അപ്പോൾ ഏരിയ എന്നതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ x1 y1 അറിയില്ല, അതിന് k ഉണ്ട്. അങ്ങനെ കെയുടെ വാല്യൂ പിടിക്കാം. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഒരു പക്ഷേ -40 ആവും +40 ആവും. പക്ഷേ ഏരിയ എന്ന് പറഞ്ഞപ്പോൾ 40 തരും. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ ഈ 40 എന്ന് പറഞ്ഞാൽ +40 എടുക്കാം, -40 എന്ന് പറയുന്ന നെഗറ്റീവ് വാല്യൂ എടുക്കണം, പോസിറ്റീവ്. അപ്പം ഫോർ കാൽക്കുലേഷൻ ഈ ക്യാൻ എന്താണ് ടേക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ആണ്. എന്താണ് ടേക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ. അതിന് പോസിറ്റീവ് വാല്യൂ എടുക്കണം, നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഏരിയ ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി ഗിവൺ ഡിറ്റർമിനന്റ്, ഈ ഡിറ്റർമിനന്റിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് കിട്ടുന്നത്. രണ്ട്, ഫോർ കാൽക്കുലേഷൻ വി ക്യാൻ ടേക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ. മൂന്നാമത്തത്, നമ്മളിത് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ ഉത്തരം 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഏരിയ 0, ഏരിയ 0 ഏരിയ ഇല്ല. ഇത് x1 y1 x2 y2 x3 y3 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ വെർട്ടിക്സ് ആണ്. അപ്പോൾ അതിങ്ങനെ ചെയ്ത് നമ്മൾ ഈ ഫോർമുല ചെയ്തപ്പോൾ 0 കിട്ടിയെന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്തായാലും അതൊരു ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്യുന്ന വെർട്ടിക്സ് ആണ്. പക്ഷേ കിട്ടിയത് ഏരിയ 0 ആണ്. ഏരിയ 0 എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ആണെങ്കിൽ സ്വാഭാവികമായി ഏരിയ ആണ്. അപ്പം ഏരിയ 0 കിട്ടിയെന്ന് പറഞ്ഞാൽ ഏരിയ ഇല്ല. ഏരിയ ഇല്ലെന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ അല്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഡെൽറ്റ കണ്ടുപിടിക്കുമ്പോൾ 0 കിട്ടിയെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ഈ ട്രയാങ്കിൾ എന്തില്ല, ഏരിയ ഇല്ല എന്ന് പറയാൻ ട്രയാങ്കിൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ 3 പോയിന്റ് x1 y1 z1 x1 y1 x2 അല്ലെങ്കിൽ എ ബി സി, ഇതാണ് എ, ഇത് ബി, ഇത് സി ആണ്. അപ്പോൾ എ ബി സി എന്ന് പറയുന്നത് അത് എവിടെ കിടക്കുന്നു വെച്ചാൽ ഒരേ ലൈനിലായി, എവിടെയായിരിക്കും ഒരേ ലൈനിൽ പോയി എന്ന് പറയുന്നത് കോളിനിയർ പോയിന്റ്സ് ആയി. കോളിനിയർ പോയിന്റ്സ് മനസ്സിലായോ? അപ്പോൾ കുറിച്ചോ നോട്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് കാർഡ് നമ്പർ 1 എന്ന് തോന്നണം. എന്നിട്ട് നോട്ട് നമ്പർ 1, since area is a positive quantity, since area is a positive quantity, comma, we always take the absolute value of the determinant 1. We always take the absolute value of the determinant 1. Note number 2. If area is given, comma, use both the positive and negative value of the determinant
യൂസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ ഓഫ് ദി ഡിറ്റർമിനന്റ് ഫോർ കാൽക്കുലേഷൻ. അപ്പോൾ കാൽക്കുലേഷനിൽ ആ ഡിറ്റർമിനന്റിന് വേണ്ടി പോസിറ്റീവ് വാല്യൂ എഴുതണം, നെഗറ്റീവ് വാല്യൂ എഴുതണം. ഏരിയ തരികയാണ് പ്രോബ്ലം ചെയ്യുന്ന കാര്യം. മൂന്നാമത്തെ പോയിന്റ്, ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഫോംഡ് ബൈ the area of the triangle formed by 3 collinear points. 3 collinear points കൊണ്ടാണ് ഒരു ട്രയാങ്കിൾ ഏരിയ ഫോം ചെയ്യുന്നത്. ഏരിയ വാല്യൂ 0. The area of the triangle formed by 3 collinear points is 0. Is 0. Is 0. ഇതായിരിക്കും 0. Is 0. ഒരു പോയിന്റ് കൂടി എക്സ്ട്രാ എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു തവണ ചോദിച്ച ഈ പറയുന്ന സെക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. എഴുതിക്കൊള്ളൂ. ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ്, ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് x1 y1 ഓർഡിനറി അല്ല x1 y1 and x2 y2. Equation of line joining x1 y1 and x2 y2. x2 bracket one എഴുതിക്കണം using determinants. Determinants വെച്ചുകൊണ്ടാണ് using determinants. bracket close ചെയ്ത് is given by x1 y1 1 x2 y2 1 x y equal to 0. ഒരു ലൈൻ ജോയിൻ ചെയ്യുന്ന പോയിന്റ്സുകളാണ് x1 y1 x2 y2. അതിലുള്ള എനി പോയിന്റാണ് x1. ശരിയല്ലേ? അപ്പോൾ ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലാണ്. കൊളിനിയർ പോയിന്റ്സ് ആണ് ആ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്. അപ്പോൾ ചോദിക്കും ഹാഫ് ഇൻറ്റു ദ 0. പക്ഷേ ഹാഫ് ഒരിക്കലും 0 ആവില്ല, 0 ആവുന്നതാണ് പിന്നെ കൊളിനിയർ മാത്രം എഴുതിയാൽ മതി. ഇതാണ് ഫോർമുല, മറന്നുപോയത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ ജോയിനിങ് x1 y1 and x2 y2 is given by determinant x1 y1 1 x2 y2 1 x y1 is equal to 0. ഇങ്ങനെ രണ്ട് ഫോർമുലാസും കാര്യങ്ങളും പഠിച്ചു. ഇതുമായി ചോദിച്ച പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ചോദ്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ചെയ്യണം. ഫൈൻഡ് ഏരിയ, ഫൈൻഡ് ഏരിയ, ഫൈൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് of the point find the area of the triangle with vertices at the points of the points given in each of the following. Given in each of the following. Given in each of the following. Number 1, without case of it. Order में लगा 3 8 order में ब्रैकेट को क्लोज कर कॉमा -4 2 कॉमा 5 3 8 कॉमा 3 8 कॉमा -4 2 कॉमा 5 Second problem 1 0 whatever 1 0 comma 6 0 comma 4 3. Third 2 7 comma 1 1 comma 10 8 another -2 -3 comma 3 2 comma -1 -8. other -2 -3 comma 3 2 ಎಲ್ಲ ಓರ್ಡರ್ ಬೇರೆ -2 -3 comma 3 2 comma -1 -8 ഇങ്ങനെ 4 പ്രോബ്ലംസ് ഉണ്ട്. ആ 4 പ്രോബ്ലത്തിൽ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ ചെയ്യും, ബാക്കി 3 നിങ്ങൾ ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഡിറ്റർമിനന്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ വാല്യൂ നെഗറ്റീവ് ആയാലും നമ്മൾ അതിന് അബ്സല്യൂട്ട് വാല്യൂ എടുത്തോളൂ. പോസിറ്റീവ് ആയാലും അബ്സല്യൂട്ട് വാല്യൂ അല്ല, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വെച്ചുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് x1 y1, ഇത് x2 y2, ഇത് x3 y2.
നമുക്ക് എല്ലാവർക്കും എഴുതാം. എഴുതിക്കോ ഡെൽറ്റ സമം ഏരിയ ഡെൽറ്റ സമം ഹാഫ് ഡിറ്റർമിനന്റ് സിമ്പിൾ x1 y1 1 സെക്കൻഡ് റോ x2 y2 1 തേർഡ് റോ x3 y3 1. അപ്പോൾ ഡെൽറ്റ സമം ഹാഫ് ഡിറ്റർമിനന്റ് x1 y1 3 8 1 അടുത്ത -4 2 1 അടുത്ത 5 1 ഈ 1 1 അല്ല റിസൾട്ട്. ഇനി നമുക്ക് ഇവിടെ 1 1 ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 0 ആക്കാം. ഇതിൽ നിന്ന് കുറയ്ക്കാം, ഇതിൽ നിന്ന് കുറയ്ക്കാം, ഇതിൽ നിന്ന് കുറയ്ക്കാം, ഇത് 0 ഇതിൽ നിന്ന് കുറയ്ക്കാം, ഇതിൽ നിന്ന് കുറയ്ക്കാം, ഇതിൽ നിന്ന് കുറയ്ക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ തേർഡ് കോളം വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്യാം. സമ ഹാഫ് ഉണ്ട്. ഹാഫ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3 ടേം വരും. 3 ടേമിൽ ഹാഫ് ആണ്. അതുകൊണ്ടാണ് വലിയ ബ്രാക്കറ്റ് ഉള്ളത്. ആദ്യം നമ്മൾ ഫസ്റ്റ് വാച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്. 3 ഉണ്ട്. അതിൽ ഐസ് നീറോയും ഈ കോളവും 2 1 1 1 minus 8 into 8 less zero ഈ കോളം minus 4 1 5 1 plus 1 into ഈ 1 less zero ഈ കോളം ഓക്കേ minus 4 2 5 വീണ്ടും half into 3 into 2 minus 1 minus 8 into minus 4 minus 5 plus 1 into minus 4 minus 10. Now half 2 minus 1 1 1 into 3 3. This minus 9 minus 9 or minus 3 minus 1 plus 9 into 8 9 into 8 another 72. This minus 14 minus 14. ഇനി വേറെ ചിന്തിക്കാനില്ല. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റണം. ഹാഫ് ഇൻറ്റു 72 14 കുറച്ചു. അത് 70 14 കുറച്ചോ. 70 14 കുറച്ച് എത്ര വരും? 70 14 കുറച്ച് 70 14 എത്ര വരും? 70 14 എത്ര വരും? 10 കിട്ടാൻ 6 ശരിയല്ലേ? 10 കിട്ടാൻ 6 ഇവിടെ എത്ര വരും? 6 5 56 56 56 56 70 ആണ്. പക്ഷെ ഇവിടെ എത്ര 72 3 2 കൂടെ 58 58 3 എത്ര 61 ഉത്തരം 61 അത്രയും സ്ക്വയർ റൂട്ട്സ്. അല്ലെങ്കിൽ 72 14 കുറച്ച് 70 നമ്മൾ 14 കുറയ്ക്കാന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാതെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി 70 14 കുറയ്ക്കും. 70 14 കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ 70 ആദ്യം 10 കുറച്ചു 60 60 വേണ്ടി 4 കഴിക്കുമ്പോൾ 66 66 അല്ല 66 56 ഇല്ലേ? 56 കാരണം 70 ആദ്യം 70 കുറിച്ചില്ല. 70 10 കുറയ്ക്കുമ്പോൾ 60 60 4 56 56 രണ്ടും കൂടെ 58. അടുത്ത 3 കണക്ക് നിങ്ങൾ ചെയ്തോളണം. ഈ സെക്ഷനിൽ അടുത്തൊരു പ്രോബ്ലം കുറിച്ചോളൂ. ഷോ ദാറ്റ് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമിൽ ചോദിച്ചാണ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാൻസ് പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് പോയിന്റ്സ് ഷോ ദാറ്റ് പോയിന്റ്സ് ഷോ ദാറ്റ് പോയിന്റ്സ് capital A of small a b plus c, capital B of small b c plus a, capital C of small c a plus b are collinear. ഇത് collinear ആണ് വിഷയം. ഇത് collinear എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ഇത് ഒരു ട്രയാങ്കിളിന്റെ 3 വേർഡ്സ് ആണെങ്കിൽ ഇത് ഫാം ചെയ്യുന്ന ഏരിയ 0 ആയിരിക്കും. ഇല്ല അങ്ങനെയല്ലേ? നമുക്ക് നോക്കാം 0 കിട്ടും നോക്കാം. അപ്പോൾ നമുക്ക് 0 കിട്ടുമെന്ന് നോക്കണം. 0 ആണെന്ന് എഴുതാല്ല, 0 കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഇത് x1 y1 ഇത് x2 y2 ഇത് x3 y3. അപ്പോൾ a b plus c 1 b c plus a 1 c a plus b 1 ഇത് സമസമ രേഖകളിൽ 0 എന്ന് കിട്ടണം.
അപ്പോൾ ഡിറ്റർമിനന്റ് 0 ആവണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് റോ രണ്ട് കോളമോ ഒരുപോലെ വന്നാൽ അത് 0. നമുക്ക് നോക്കാം. കാരണം ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുകയാണെങ്കിൽ ഇവിടെ A പ്ലസ് ബി പ്ലസ് സി വരും. ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുകയാണെങ്കിൽ ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി. ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുകയാണെങ്കിൽ സി പ്ലസ് എ പ്ലസ് ബി തന്നെ A പ്ലസ് ബി പ്ലസ് സി 1 സോ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കൂട്ടുമ്പോൾ ഇത് C1 ആണ്. C1 ഇംപ്ലൈസ് C1 പ്ലസ് C2 ഡെൽറ്റ സമം. അപ്പോൾ ഡെൽറ്റ സമം ഹാഫ്. ഇതിനോട് ഇത് കൂട്ടുമ്പോൾ A പ്ലസ് ബി പ്ലസ് സി. ഇതിനോട് ഇത് കൂട്ടുമ്പോൾ A പ്ലസ് ബി പ്ലസ് സി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഇത് എക്സ്പാൻഡ് ചെയ്താൽ 0 കിട്ടും, അങ്ങനെ ചെയ്യാം. ഇതിനോട് ഇത് കൂട്ടുമ്പോൾ A പ്ലസ് ബി പ്ലസ് സി. സെക്കൻഡ് കോളം ബി പ്ലസ് സി, സി പ്ലസ് എ പ്ലസ് ബി. തേർഡ് കോളം 1. ഇങ്ങനെ ഫസ്റ്റ് കോളത്തിൽ A പ്ലസ് ബി പ്ലസ് സി ഉണ്ട്, ടേക്കിംഗ് ഔട്ട് സൈഡ്. അപ്പോൾ A പ്ലസ് ബി പ്ലസ് സി നമ്മൾ പുറത്തേക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ A പ്ലസ് ബി പ്ലസ് സി നമ്മൾ പുറത്തേക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമുക്ക് പറയാം A പ്ലസ് ബി പ്ലസ് സി പുറത്തേക്കാണ്. ഡെൽറ്റ സമം ഹാഫ് ഇൻറ്റു A പ്ലസ് ബി പ്ലസ് സി. എൻ്റെ ഡിറ്റർമിനന്റ് ഇപ്പോൾ ഫസ്റ്റ് കോളം 1 ആവും. 1 1 1. സെക്കൻഡ് കോളം ബി പ്ലസ് സി, സി പ്ലസ് എ പ്ലസ് ബി 1 1. ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്. കാരണം C1 C3 ഐഡന്റിക്കലാണ്, ഒരേപോലെ. ആൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. അപ്പോൾ ഉത്തരം 0. നമുക്ക് പറയാം ഹാഫ് ഇൻറ്റു A പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 0. സിൻസ് C1 ആൻഡ് C3 ആർ ഐഡന്റിക്കൽ. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇത് സമസ്യ. അപ്പോൾ A 0 D 0 എന്ന് പറഞ്ഞാൽ അർത്ഥം ആ തന്നിരിക്കുന്ന 3 പോയിന്റ്സ് കൊളിനിയർ ആണ് എന്ന് പറഞ്ഞാൽ ദേ ലൈ ഓൺ എ ലൈൻ. ഹെൻസ് the given points are collinear. Hence the given points are collinear. Hence the given points are collinear. Since C1 and C2 are C3 are identical. Okay. അടുത്ത ചോദ്യം കുറിച്ചോളൂ. Find equation of line joining order 1 2 and 3 6. 1 2 and 3 6 using determinants. രണ്ടാമത്തെ ചോദ്യം find equation of line joining 3 1 and 9 3. 3 1 and 9 3 using determinants. ആദ്യ ചോദ്യം ഞാൻ ചെയ്യും, രണ്ടാം ചോദ്യം നിങ്ങൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഇക്വേഷൻ എവിടെയാണ്? അപ്പോൾ x1 y1 x2 y2 ഒരു ലൈൻ ജോയിൻ ചെയ്യുന്ന രണ്ട് പോയിന്റ്സുകളാണെങ്കിൽ ഇക്വേഷൻ നമുക്കറിയാം. ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x y1 is equal to 0. അപ്പോൾ equation of a line joining x1 y1 whatever line x1 y1 and x2 y2 is given by a determinant symbol x1 y1 1. First one x1 y1 1, second row x2 y2 1, third row x y1 equal to 0. determinant process equal to 0. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി x1 y1. ഇവിടെ x1 y1 എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. എന്താണ് x1 y1? ആദ്യത്തെ കോർഡിനേറ്റ് x1 y1 എന്താണ്? 1 2. x2 y2 എന്താണ് നിങ്ങളെ? 3 6 അല്ലേ? x2 y2 ആണ്. x2 y2 3 6. അത് 1 2 അടുത്ത 3 6. ഓക്കെ, ഇത് നമുക്ക് ആ ഫോർമുല കൊടുത്താൽ മതി. അപ്പം എഴുതാം, അടുത്ത ചോദ്യം എഴുതാം, അടുത്ത സ്റ്റെപ്പ് എഴുതാം. ഇക്വേഷൻ ഓഫ് ലൈൻ joining
equation of line joining 1 2 അങ്ങനെ പറയണം 1 2 and 3 6 1 2 and 3 6 is given by determine symbol x1 by 1 x2 by 2 3 6 1 xy equals ഇനി ഫസ്റ്റ് ലോജ് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് ലോജ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം തൊട്ടേ പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് പിന്നെ പോസിറ്റീവ്. അപ്പോൾ ഫസ്റ്റ് ടൈം 1 ആണ്. 1 ലൈസ് ചെയ്യുന്നു ഞാൻ ഈ റോയിൽ ഈ കോളം കൊണ്ട് 6 1 5 1 മൈനസ് 2 ഇൻറ്റു 2 ലൈസ് in ഈ റോയിൽ ഈ കോളം പോകും 3 1 x1 പ്ലസ് 1 ഇൻറ്റു ഈ 1 ലൈസ് in ഈ റോയിൽ ഈ കോളം പോകും 3 6 xy ഈക്വൽ ടു 0. വീണ്ടും നമ്മുടെ 6 minus y minus 2 into 3 minus x plus ഇത് 1 കൂടെ മൾട്ടിപ്ലൈ ആവുന്നില്ല 3y minus x 6 that means 6x equals 0. balance reciprocal 6 minus y minus 6 plus 2x plus 3y minus 6x equals 0. 6 6 cancel minus y ഇവിടെ 3y കൂടി അല്ലെങ്കിൽ 3y y വരയ്ക്കുമ്പോൾ 2y 2x minus 6x 6x ചെറുതെന്ന് വലുത് പറയുന്നത് 6x നെ 2x വയ്ക്കുക 4x ചെറുതെന്ന് വലുത് വയ്ക്കുക minus 4x equals 0. ഒരു 2 കൊണ്ട് 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y minus 2x is equal to 0 which implies greater than y is over x which is the third equation വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ് എക്സാം ചോദിച്ചതാണ് വളരെ ഇമ്പോർട്ടൻ്റ് which is the third equation is the qualification. Okay. This section the last problem. So find the values of k. Find the values of k. If area of triangle is 4. Find the values of k. If area of triangle is 4, square units. And what is the sum? And what is the രണ്ട് കേസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കേസ് നമ്പർ 1 k0 k,0 40 whatever 02 രണ്ട് കേസ് ഉണ്ട്. രണ്ട് കേസിന്റെയും ഏരിയ രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഏരിയ 4 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. രണ്ടിന്റെയും ഏരിയ സെയിം ആണ്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ആദ്യത്തെ കേസ് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയാം. അത് എഴുതിയതിനു ശേഷം ഞാൻ പറയാം. അപ്പോൾ ചോദ്യം ഒന്ന് ഞാൻ വായിക്കാം. ചോദ്യം എഴുതിക്കോളൂ. ഫൈൻഡ് values of k if area of triangle is 4 square units and vertices are number 1 and vertices are number 1 k0 40 02 ഇതാണ് ഫസ്റ്റ് കേസ്. കേസ് നമ്പർ 2 minus 20 04 0k രണ്ടാമത്തെ കേസ്. ഈ രണ്ട് കേസുകളുടെയും ഏരിയ സെയിം ആണ്. ഏരിയ 4 ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് നോട്ട് എഴുതിയിട്ടുണ്ട്. ഏരിയ തന്നിരുന്നാൽ നമ്മൾ അതിന്റെ നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂ എടുക്കുക. പേര് കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്കറിയാം. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1y1 1 x2y2 1 x3y3 1. അപ്പോൾ ഇതാണ് x1y1 ഇത് x2y2 ഇത് x3y3. ഏരിയ നമുക്കറിയാം. ഡെൽറ്റ അറിയാം. ഡെൽറ്റ സമം 4 അത്രയും സ്ക്വയർ യൂണിറ്റ്സ്. അപ്പോൾ കെയുടെ വാല്യൂ അപ്പോൾ നമ്മൾ എഴുതി ഹാഫ് ഇൻറ്റു ഇവിടെ ഹാഫ് എഴുതണം. കാര്യം ഏരിയ ആണ്. അല്ലാതെ പൊളിഞ്ഞ പോയിന്റ്സ് ഒന്നുമല്ല. പേര് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 k0 1 അടുത്ത x2y2 40 1 അടുത്ത x3y3 02 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പ്ലസ് വാല്യൂ എഴുതാം മൈനസ് വാല്യൂ എഴുതാം. ഏരിയ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ അല്ല കാൽക്കുലേഷൻ നമ്മൾ പ്ലസ് ഓർ മൈനസ് രണ്ടും എഴുതാം. കാര്യം ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണോ പോസിറ്റീവ് വാല്യൂ കിട്ടിയത് നമുക്ക് അറിയില്ല.
ഇനി എക്സ്പാൻഡ് ചെയ്യാം. കാരണം സെക്കൻഡ് കോളം എക്സ്പാൻഡ് ചെയ്യാം. അതായത് ഹാഫ് ഇൻറ്റു സെക്കൻഡ് കോളം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് കോളമോ സെക്കൻഡ് റോയോ ഒന്ന് വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ ആദ്യം നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്. നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ആണ് ആദ്യം നെഗറ്റീവ് ഞാൻ എടുക്കുന്നില്ല, 0 ആയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ നെഗറ്റീവ് 2 ലൈസ് ചെയ്യുന്ന ഈ റോയിൽ ഈ കോളം ഈ റോയിൽ ബാക്കി എന്ത് വരും? K1 4 ഈക്വൽ ടു +1 ശരി. ഇതാണ് 2 ക്യാൻസൽ മൈനസ് K minus 1 സമം +1 minus 1 minus of K minus 1 K1 minus 1 x minus minus K +1 4 minus K സമം +1 minus 1 K യുടെ വാല്യൂ പറയാണ് നോക്കിയിരിക്കണം. 4 minus K സമം ആദ്യം +1 പിന്നെ 4 minus K സമം -1 K cancel minus K is equal to 0 അപ്പോൾ K is equal to 0 ഇത് ഫസ്റ്റ് വാല്യൂ. സെക്കൻഡ് വാല്യൂ എന്ന് പറയുമ്പോൾ 4 minus K is equal to -1 അപ്പോൾ ഞാൻ ഈ minus K is equal to -4 minus K is equal to സെയിം സാധനം നമുക്ക് ഒരേ പോലെ ചിഹ്നം ഒപ്പം ഇടാതെ ചിഹ്നം -8 minus K is equal to -7 K is equal to 8 രണ്ട് വാല്യൂ ഉണ്ട്. K is 0 രണ്ട് ഏത് ഉള്ളത് അത് ഏത് വാല്യൂ കൊടുത്താലും നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോൾ ആൻസർ എന്തെങ്കിലും വരും. ഒന്നുകിൽ +4 വരും അല്ലെങ്കിൽ -1. അപ്പോൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 4 അതാണ് ഏരിയ. അപ്പോൾ ഏരിയ വന്നിരുന്ന കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി വെർട്ടിസസ് തന്നാൽ ഏരിയ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി ആ 3 പോയിന്റ്സ് തന്നിട്ട് അത് കൊളിനിയറാണ് ഷോ ചെയ്യാൻ പറഞ്ഞാൽ ഏരിയ 0 എന്ന് കിട്ടിയാൽ മതി. പിന്നെ ഒരു ലൈൻ ജോയിൻ ചെയ്ത് 2 പോയിന്റ്സ് തന്നാൽ ആ ഡിറ്റർമിനൻസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കും. ഇത്രയും കാര്യം പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും വേണ്ടി നമ്മൾ പഠിച്ചത് എന്തൊക്കെയെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡ് പ്രൂവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ എൻട്രൻസിന് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ട്രിക്ക് വേറെയല്ല. അത് പിന്നീട് നമുക്ക് പോർഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നേരമില്ല, നമ്മൾ വേറെ ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ട്രിക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ചെയ്ത് പഠിക്കും. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റെപ്പിന് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിച്ചോളണം. ഭംഗിയായിട്ട് ചെയ്യുന്ന ആ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ അതിന് ഭൂരിഭാഗം പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും റോയോ കോളമോ ഒരേ പോലെ ആക്കുക, എന്നിട്ട് 1 1 ആക്കുക, എന്നിട്ട് മാക്സിമം 0 ആക്കുക, എന്നിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക, കോമൺ എടുക്കുക, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ട്രയാങ്കിൾ ഏരിയ എങ്ങനെ ഡിറ്റർമിനൻസ് വെച്ച് കണ്ടുപിടിക്കും. ഏരിയ കിട്ടുമ്പോൾ ആ ഏരിയയുടെ അബ്സല്യൂട്ട് വാല്യൂ എഴുതുക. കാരണം ഏരിയ എപ്പോഴും പോസിറ്റീവ് വാല്യൂ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഇനി ഏരിയ തരികയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ എടുത്തു പോകണം. അപ്പോൾ കെയുടെ വാല്യൂ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചോളാം. അടുത്ത ക്ലാസ് നമ്മൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, അഡ്ജോയിന്റ്, ഇൻവേഴ്സ്, പിന്നെ നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യും, അതോടെ ഈ ചാപ്റ്റർ അവസാനിക്കും. നമ്മുടെ 3 ചാപ്റ്ററാണ് സെറ്റ്സ്, അതായത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, മെട്രിക്സ് വളരെ ലെങ്തി ഒരു ചാപ്റ്ററായിരുന്നു. ഇതും വളരെ ലെങ്തിയാണ്. ഓക്കെ ശരി.